ബാങ്ക് ക്യൂവിൽ നിൽക്കാതെ സമയം കളയാതെ പണം കൂടുതൽ സ്മാർട്ടായി കൈകാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അതിനുള്ള വഴി അറിഞ്ഞാലോ? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. മുൻപൊക്കെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ബാങ്കിൽ കാത്തുനിന്ന് ധാരാളം സമയം പോകുമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുക എന്നത് വെറും ഒരു ക്ലിക്കിലൂടെ സാധ്യമാകും. എപ്പോൾ വേണമെങ്കിലും എവിടെയിരുന്നും മൊബൈൽ വഴി മിനിറ്റുകൾക്കുള്ളിൽ ബാങ്കിംഗ് തുടങ്ങാൻ കഴിയും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറെയും ചില ആനുകൂല്യങ്ങൾ ലഭിക്കും. ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അതിനു മുൻപ് എന്തെല്ലാം രേഖകൾ ആവശ്യമാണ് എന്ന് നോക്കേണ്ടതുണ്ട്. ആധാർ കാർഡും പാൻ കാർഡും മിക്ക ബാങ്കുകൾക്കും നിർബന്ധമാണ്. ഇവ രണ്ടും സോഫ്റ്റ് കോപ്പിയായി കയ്യിൽ സൂക്ഷിക്കുക. അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ, OTP വെരിഫിക്കേഷനായി ആധാറുമായി ലിങ്ക് ചെയ്ത ഒരു ആക്റ്റീവ് മൊബൈൽ നമ്പർ എന്നിവ കൂടി ഉണ്ടാകണം. ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി നിങ്ങളുടെ ബാങ്ക് തിരഞ്ഞെടുത്ത് അവരുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ സന്ദർശിക്കുക. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഫീച്ചറുകളും ഡിജിറ്റൽ സൗകര്യങ്ങളും നൽകുന്ന ബാങ്ക് ഏതാണെന്ന് തീരുമാനിക്കുന്നതിനായി പലിശ നിരക്ക്, ഫീസ്, ആപ്പ് ഫീച്ചറുകൾ എന്നിവ പരിശോധിക്കാവുന്നതാണ്. തുടർന്ന് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ബാങ്കിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യുക. ഉദാഹരണത്തിന് SBIയുടെ യോനോ, HDFC ഇൻസ്റ്റ അക്കൗണ്ട്, ICICI, ആക്സിസ്, ഫെഡ് ബാങ്ക് ഡിജിറ്റൽ തുടങ്ങിയ ആപ്പുകളൊക്കെ ഉപയോഗിക്കാം. ഓൺലൈൻ അപേക്ഷ പൂരിപ്പിക്കാനായി ഓപ്പൺ അക്കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേര്, വിലാസം, ഇമെയിൽ, ഫോൺ നമ്പർ, ജനനത്തീയതി, നോമിനി വിവരങ്ങൾ എന്നിവ നൽകുക. ആവശ്യമായ അക്കൗണ്ട് തരം തിരഞ്ഞെടുക്കുകയാണ് ഇനി വേണ്ടത്. സേവിങ്സ്, സാലറി, സീറോ ബാലൻസ് തുടങ്ങിയവയിൽ ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ രേഖകൾ അപ്ലോഡ് ചെയ്യണം. ആധാർ, പാൻ കാർഡ്, പുതിയ ഫോട്ടോ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ചില ബാങ്കുകൾ ആധാർ സ്വീകരിക്കാറുണ്ട്. അപ്ലോഡ് ചെയ്ത ചിത്രങ്ങൾ വ്യക്തമാണെന്നും രേഖകൾ സാധുവാണെന്നും ഉറപ്പാക്കാൻ മറക്കരുത്. ഇനി KYC വെരിഫിക്കേഷൻ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. മിക്ക ബാങ്കുകളും വീഡിയോ KYC സൗകര്യം നൽകുന്നുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥരുമായി വീഡിയോ കോൾ വഴി വെരിഫിക്കേഷൻ നടത്താനാകും. വീഡിയോ KYC ലഭ്യമല്ലെങ്കിൽ ഫൈനൽ വെരിഫിക്കേഷന് വേണ്ടി ബാങ്കിൽ നേരിട്ട് പോകേണ്ടി വന്നേക്കാം. ചില ബാങ്കുകൾക്ക് തുടക്കത്തിലൊരു ചെറിയ നിക്ഷേപം ആവശ്യമായി വന്നേക്കാം. ഓൺലൈൻ ട്രാൻസ്ഫർ, UPI, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ചെക്ക് വഴി ഇത് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാലുടൻ നിങ്ങളുടെ പുതിയ അക്കൗണ്ട് നമ്പറും ഡിജിറ്റൽ സേവനങ്ങളും ലഭ്യമാകും. ഡെബിറ്റ് കാർഡ് പോസ്റ്റ് വഴിയായിരിക്കും ലഭിക്കുക. SMS അല്ലെങ്കിൽ ഇമെയിൽ വഴി ലോഗിൻ വിശദാംശങ്ങൾ ലഭിക്കും. തുടർന്ന് മൊബൈൽ ബാങ്കിംഗ് ആക്ടിവേറ്റ് ചെയ്യുകയും പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യുകയും വേണം. ശേഷം അക്കൗണ്ട് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ബാലൻസ് പരിശോധന, പണം കൈമാറ്റം, ബിൽ പേയ്മെന്റുകൾ തുടങ്ങിയവയൊക്കെ ഉടൻ തന്നെ ചെയ്തു തുടങ്ങാൻ സാധിക്കും. ഓൺലൈനായി അക്കൗണ്ട് തുറക്കുന്നത് സുഗമമാക്കാൻ എപ്പോഴും ഔദ്യോഗിക ബാങ്ക് വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. തേർഡ് പാർട്ടി പോർട്ടലുകളും ആപ്പുകളും ഒഴിവാക്കുക. അക്കൗണ്ടിനായുള്ള അപേക്ഷ റിജക്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ എല്ലാ വിശദാംശങ്ങളും 2 തവണ പരിശോധിക്കുക. സഹായം ആവശ്യമുണ്ടെങ്കിൽ ആപ്പ് വഴിയോ ഹെൽപ്പ് ലൈൻ വഴിയോ കസ്റ്റമർ സപ്പോർട്ടുമായി ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായി അക്കൗണ്ട് തുറക്കുന്നതിലൂടെ സമയം ലാഭിക്കാനാകും. പേപ്പർ വർക്കുകളോ നീണ്ട ക്യൂകളോ വേണ്ടിവരില്ല. സേവനങ്ങൾക്കും സ്റ്റേറ്റ്മെന്റുകൾക്കും 24/7 സഹായം ലഭിക്കുകയും ചെയ്യും. പല ബാങ്കുകളും ഓൺലൈനായി മാത്രം ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓൺലൈനായി ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നത് വളരെ ലളിതവും സുരക്ഷിതവുമായ പ്രോസസ്സാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാമെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, മറുപടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.